നമസ്കാരം സുഹൃത്തുക്കളെ, സാസ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ സമയത്തിൽ സാസിന്റെ ബേസിക്സ് പഠിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നമുക്കെല്ലാം CSS ഫെമിലിയർ ആണ്. CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡ്, സ്റ്റൈൽ ഷീറ്റ്, HTML എലമെന്റ്സിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ CSSന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതൊരു പ്യുവർലി സ്റ്റാറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. നമുക്കതിൻ്റെ അകത്തൊരു പ്രോഗ്രാമിംഗ് ലോജിക്ക് കൊണ്ടുവരാനോ ഒരു ലൂപ്പിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവരാനോ ഇതൊന്നും സാധ്യമല്ല. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് വന്ന ഒരു CSSന്റെ പ്രീ പ്രോസസ്സറാണ് സാസ് എന്ന് പറയുന്നത്. സാസിന്റെ ഫുൾ ഫോം സിൻറ്റാറ്റിക്കലി ഓസം സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാസ് ഉപയോഗിച്ച് കുറഞ്ഞ ലൈൻ ഓഫ് കോഡിൽ കുറേ കാര്യങ്ങൾ, കുറേ CSS ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുന്നത് സാസ് ഫയലായിരിക്കും. സാസ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഒന്നുകിൽ .സാസ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ .സാസ് അല്ലെങ്കിൽ .scss എന്നായിരിക്കും. ഇനി ഈ .സാസ് അല്ലെങ്കിൽ .scss എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്ന ഫയലിനെ കമ്പൈൽ ചെയ്തിട്ട് .css ആക്കി മാറ്റും. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിൽ, അതായത് നമ്മുടെ HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൻ്റെ CSS ആയിരിക്കും. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സാസ് ഫയലായിരിക്കും. അപ്പോൾ സാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ CSS പോലെ തന്നെയാണ് എഴുതുന്നത്, അതിൽ കുറച്ചുകൂടെ അധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുന്ന സാസ് ഫയലിനെ കമ്പൈൽ ചെയ്ത് CSS ആക്കി അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കുറഞ്ഞ ലൈൻ ഓഫ് കോഡിൽ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യണം, ബൂട്ട്സ്ട്രാപ്പ് പോലെ ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർ CSSലാണെങ്കിൽ നമുക്ക് ഒരുപാട് ലൈൻ ഓഫ് കോഡ് എഴുതേണ്ടതായിട്ട് വരും, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കോഡ് എഴുതേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ സാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ലൈൻ ഓഫ് കോഡിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ചെറിയൊരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സാസിന് വേണ്ടിയിട്ട് നമുക്കൊരു കമ്പൈലർ നമ്മുടെ സിസ്റ്റത്തിൽ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യണം. സാസിനെ CSS ആക്കി മാറ്റാനുള്ള ഒരു കമ്പൈലർ. അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. നമ്മളിതിൻ്റെ എക്സ്റ്റൻഷൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സാസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവ് സാസ് കമ്പൈലർ എന്നുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ കിട്ടും. ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാസ് ഫയലിനെ ലൈവായിട്ട് കമ്പൈൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു സാസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് CSS ബിൽഡ് ചെയ്യും. അപ്പോൾ ആദ്യം ലൈവ് സാസ് കമ്പൈലർ എന്നുള്ള ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. മറ്റൊരു യൂസ്ഫുൾ എക്സ്റ്റൻഷൻ ആണ് ലൈവ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സെർവർ എന്നുള്ള ഈ എക്സ്റ്റൻഷൻ കിട്ടും. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു ചെറിയ HTTP സെർവർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സെർവർ സെറ്റപ്പ് ചെയ്താൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ചേഞ്ച് ഇൻസ്റ്റന്റ് ആയിട്ട് അത് ബ്രൗസറിൽ റിഫ്ലക്റ്റ് ആവും. ഉദാഹരണത്തിന് നമ്മൾ ഇതിൻ്റെ അകത്ത് ലൈവ് സെർവർ എന്നുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു HTML ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗോ ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ HTTP സെർവർ സെറ്റപ്പ് ചെയ്യും. ഈ ഒരു HTTP സെർവർ ഇനി നമ്മൾ ഇവിടെ എന്ത് അപ്ഡേറ്റ് വരുത്തിയാലും അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ റിഫ്ലക്റ്റ് ആവും, നമ്മളായിട്ട് റിഫ്രഷ് ചെയ്യേണ്ട. ഓക്കെ, നമ്മളിവിടെ സേവ് ചെയ്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് ചെയ്യും. ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് എക്സ്റ്റൻഷൻസ്. ഇനി നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ സാസ് ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ സ്റ്റൈൽ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി സാസ് ഫയലുകളാണ്. അപ്പോൾ നമ്മൾ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ style .scss ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല, CSS ഫയൽ കമ്പൈൽ ചെയ്ത് കമ്പൈലർ ബിൽഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ, സാസ് ലൈവ് കമ്പൈലർ എന്നുള്ള ആ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് വാച്ച് സാസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാസ് ഫയൽസിനെയൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ സാസ് ഫയലിനെ എടുത്തിട്ട് ഇപ്പം വാച്ച് സാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കമ്പൈൽ ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ CSS ബിൽഡ് ചെയ്യും. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ ആ ഡയറക്ടറിയിൽ style.css വന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിനി ഇവിടെ എന്ത് ചെയ്താലും, ഇപ്പോൾ ഞാനിവിടെ ഒരു ഒരു പാരഗ്രാഫിന് ഒരു കളർ റെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് അത് style.css പോയി അപ്ലൈ ആവും. ഇനി നമ്മുടെ HTML വന്നിട്ട് നമ്മൾ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മൾ HTML വരുന്നു, ദെൻ ഒരു ലിങ്ക് ടാഗ് പറയുന്നു. ഇവിടെ നമ്മൾ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി സ്റ്റൈലിൻ്റെ അകത്തുള്ള style.css ആയിരിക്കും. SCSS നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ബട്ട് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഈ സാസ് ഫയലിലായിരിക്കും. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യാം. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുക്കാം, ടെസ്റ്റ് കണ്ടന്റ് എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, അതിവിടെ റിഫ്ലക്റ്റ് ആയി. ഇനി നമുക്ക് സാസിൻ്റെ അകത്തുള്ള ഓരോ ഫീച്ചേഴ്സായിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ എല്ലാ CSS ഫീച്ചേഴ്സും പറയുന്നില്ല. അതിൻ്റെ അകത്ത് CSS നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സാസിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സാസിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഈ വീഡിയോയുടെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സാസിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാസിൻ്റെ അകത്തുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബേസിക് സ്റ്റൈലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് HTML എലമെൻറ്റ്സ് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ബേസിക് ഇത് പറഞ്ഞു. ഇതിലാണ് നമ്മൾ സ്റ്റൈൽ അപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ആദ്യം വേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കൊരു പാരഗ്രാഫിൽ നമ്മളൊരു കളർ പറഞ്ഞു റെഡ്, ദെൻ നമ്മൾ H1 ടാഗിന് ഒരു കളർ പറയുന്നു റെഡ്, ദെൻ
H2 ടാഗിന് ഒരു കളർ പറയുന്നു, വീണ്ടും റെഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലായിടത്തും റെഡ് എന്നുള്ള ഈ ഒരു വാല്യൂ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കളർ തീം റെഡ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എല്ലായിടത്തും റെഡ് എന്നുള്ള കളർ പറഞ്ഞു. ഇനി നാളെ ഈ തീം മാറിയിട്ട് റെഡ് മാറി എനിക്ക് ഗ്രീൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഓരോ സെക്ഷനിലും പോയിട്ട് ഞാൻ റെഡ് മാറ്റിയിട്ട് ഗ്രീൻ ആക്കും. ഓക്കെ, അതിന് പകരം നമുക്കിതിനും ഇവിടെ വേരിയബിൾസ് ഉപയോഗിക്കാം. അപ്പോൾ വേരിയബിൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറയുന്ന ഒരു ഡോളർ സിമ്പൽ, ദെൻ വേരിയബിളിൻ്റെ പേര്, ഞാൻ പറയുകയാണ് മെയിൻ കളർ. ഓക്കെ, ദെൻ കോളൻ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് വരുന്ന വാല്യൂ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ കളർ റെഡ് ആണെങ്കിൽ ഞാനിവിടെ വാല്യൂ പറയുകയാണ് റെഡ്. ഓക്കെ, ഇനി നമുക്ക് റെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മുഴുവനും ഈ റെഡിന് പകരമായിട്ട് മെയിൻ കളറിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് റെഡിനെ മുഴുവൻ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് മെയിൻ കളർ. ഓക്കെ, ഇപ്പോൾ റെഡിനെ മുഴുവൻ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ മെയിൻ കളർ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സെയിം റിസൾട്ടാണ്. ഇനി റെഡ് മാറ്റി ഞാൻ ഇവിടെ ഗ്രീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പോയി ഇത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വേരിയബിൾ ആയിട്ട് മാറി. ഇനി എനിക്കിത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് വേരിയബിളിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ പറയണമെന്ന് കരുതുക. ഞാനിവിടെ പറയുകയാണ് BG കളർ, അത് പറയുകയാണ് ബ്ലാക്ക്. ദെൻ ഇപ്പോൾ H1 ബാക്ക്ഗ്രൗണ്ട് അതാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ $BG കളർ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ റിഫ്ലക്റ്റ് ആയി. സോ ഇങ്ങനെയാണ് വേരിയബിൾസ് സാസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കമൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് രണ്ട് തരത്തിൽ ആഡ് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ // ഇട്ടിട്ട്, ഇത് പ്യുവർ CSSൽ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് // ഇട്ടിട്ട് ഒരു കമൻറ്റ് ആഡ് ചെയ്യാം. അത് ഈ സാസ് ഫയലിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, കമ്പൈൽ ചെയ്ത് വരുന്ന ഫയലിൽ അത് ഉണ്ടാവില്ല. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ CSSൻ്റെ കമൻറ്റ് ഇടാം, /**/ ഇത് CSSൻ്റെ കമൻ്റ് ആണ്. ഈ കമൻറ്റ് നമ്മുടെ കമ്പൈൽ ചെയ്ത് വരുന്ന CSSൻ്റെ അകത്തും ആക്ച്വലി വിസിബിൾ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കമൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് ഫംഗ്ഷൻസിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ പറയുന്നത് മിക്സിൻസ് എന്നാണ്. ഓക്കെ, മിക്സിൻസ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു മിക്സിൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, @മിക്സിൻ, ദെൻ നമുക്ക് അതിൻ്റെ പേര് പറയാം. ഇപ്പോൾ എനിക്ക് ഹെഡിങ് സ്റ്റൈൽ എന്നുള്ളൊരു മിക്സിൻ പറയുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ അകത്ത് എനിക്ക് പ്രോപ്പർട്ടീസ് പറയാം. ഞാൻ പറയുകയാണ് ഫോൺ ഫാമിലി, കുറച്ച് ഫോൺ ഫാമിലീസ് പറയുന്നു, ദെൻ പാഡിങ് പറയുന്നു ഒരു 5 പിക്സൽ. ഓക്കെ, ദെൻ ഫോൺ വെയിറ്റ് പറയുന്നു 600. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു. ഇനി എനിക്ക് H1 H2 ടാഗുകളിലൊക്കെ ഈ സ്റ്റൈൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ H1 അകത്ത് വരുന്നു, അതിൻ്റെ അകത്ത് ജസ്റ്റ് അതിനെ യൂസ് ചെയ്താൽ മതി, ഇൻക്ലൂഡ് ചെയ്താൽ മതി. സോ ഇവിടെ പറയുകയാണ് @include, ദെൻ ഇതിൻ്റെ പേര് പറയുകയാണ്. ഈ മിക്സിൻ്റെ പേര് എന്താണ്? ഹെഡിങ് സ്റ്റൈൽ എന്നാണ്. അപ്പോൾ ഹെഡിങ് സ്റ്റൈൽ. അപ്പോൾ ഈ H1 ടാഗിന് ഇത് കിട്ടും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ H1 ടാഗിന് മുഴുവനും ആ സ്റ്റൈൽ കിട്ടി. നമ്മൾ style.css പോയി കഴിഞ്ഞാൽ H1 ടാഗിന് ഈ സ്റ്റൈൽ കിട്ടി. ഇനി അത് തന്നെ H2 ടാഗിന് വേണമെന്നുണ്ടെങ്കിൽ H2 എന്ന് എഴുതുക, വീണ്ടും @include ഹെഡിങ് സ്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ H2 ടാഗിനും ആ സ്റ്റൈൽ കിട്ടി. ഓക്കെ, ഇവിടെ വന്ന് നോക്കിയാൽ H2 ടാഗിനും സ്റ്റൈൽ കിട്ടി. അപ്പോൾ ഇനി ഈ ഹെഡിങ് ടാഗ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തിയാൽ ഇത് ഇവിടെ എല്ലാത്തിനും റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ മാറ്റുകയാണെന്ന് കരുതുക, വേറെ കളർ കൊടുക്കുകയാണെങ്കിൽ അതിൽ രണ്ടിനും വന്നിട്ട് റിഫ്ലക്റ്റ് ആയി. CSS പോയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റം CSSൽ ഓട്ടോമാറ്റിക്കലി വന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ മിക്സിൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് കൊണ്ടുവരാം. ഇതൊരു ഫംഗ്ഷൻ പോലെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷനിൽ ആർഗ്യുമെൻറ്റ് എടുക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എനിക്ക് പാസ് ചെയ്യണമെങ്കിൽ പാസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കളർ എനിക്ക് ഇവിടെ നിന്ന് പാസ് ചെയ്യണമെന്ന് കരുതുക. ഇപ്പോൾ ഇവിടെ ഞാൻ കളർ റെഡ് പാസ് ചെയ്യുകയാണ്, ഇവിടെ ഞാൻ കളർ ഗ്രീൻ പാസ് ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ചായിരിക്കണം ഇതിൻ്റെ കളർ വരണ്ടേ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ അത് ഒരു വേരിയബിൾ ആയിട്ട് റിസീവ് ചെയ്യാം. ഞാൻ പറയുകയാണ് $കളർ എന്ന് പറയുകയാണ്. അപ്പോൾ $കളർ എന്നുള്ള ഈ വേരിയബിളിൻ്റെ അകത്താണ് ആക്ച്വലി നമുക്ക് വേണ്ട കളർ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ കളറിന് പകരം നമ്മൾ പറയും $കളർ. ഓക്കെ, ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പാസ് ചെയ്ത കളർ എന്താണോ അതാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് റെഡ് പാസ് ചെയ്തുകൊണ്ട് റെഡ് വന്നു, ഇവിടുന്ന് ഗ്രീൻ പാസ് ചെയ്തുകൊണ്ട് ഗ്രീൻ വന്നു. ഇവിടെ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് റിഫ്ലക്റ്റ് ആവും. ഇങ്ങനെയാണ് മിക്സിൻസ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് പറയാം. ഇപ്പോൾ കളർ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കോളൻ ഇട്ടിട്ട് ഇവിടെ പറയാം. ഒരു കളറും പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കളർ ഗ്രീൻ ആണ്. ഇവിടെ നിന്നെല്ലാം കളർ പാസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിന്ന് കളർ പാസ് ചെയ്തില്ല എന്ന് കരുതുക, അതായത് ഒരു കളറും പാസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗ്രീൻ ആയിട്ട് മാറും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേരിയബിളും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഡിഫോൾട്ട് കളർ എന്നൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെന്ന് കരുതുക. ഡിഫോൾട്ട് കളർ കോളൻ പറയാണ് റെഡ്. ഓക്കെ, ദെൻ എനിക്കിവിടെ ഈ ഗ്രീൻ എന്ന് പറയുന്നതിന് പകരം എനിക്കിവിടെ ആ വേരിയബിൾ ഉപയോഗിക്കാം. ഡിഫോൾട്ട് കളർ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് കളർ റെഡ് ആയിട്ട് മാറി. അതേസമയം നമ്മൾ ഇവിടെ നിന്ന് ഒരു കളർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ
ആ കളർ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് മിക്സിൻസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു കൺസെപ്റ്റാണ് എക്സ്റ്റെൻഡ് എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിതിലൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബട്ടൺ പറയുന്നു ക്ലിക്ക് മീ എന്ന് പറയുന്നു. ഈ ബട്ടൺ നമ്മളൊരു ക്ലാസ് കൊടുക്കുകയാണ്. ബട്ടൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ താഴത്ത് മറ്റൊരു ബട്ടൺ കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന സൂപ്പർ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് കൊടുക്കുന്നു. ഓക്കെ, അതിനും നമ്മൾ ക്ലിക്ക് മീ എന്ന് പറയുന്നു. ഇപ്പോൾ 2 ബട്ടൺ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ബട്ടൺ എന്നുള്ള ക്ലാസ് പറഞ്ഞതിൽ സൂപ്പർ ബട്ടൺ എന്നുള്ളൊരു ക്ലാസ്. നമ്മൾ നമ്മുടെ സാസ് ഫയലിൽ വന്നിട്ട് ബട്ടൺ സ്റ്റൈൽ ചെയ്യാണ്. ഓക്കെ, ബട്ടൺ ഒരു പാഡിങ് പറയുന്നു 5 പിക്സൽ, ബോർഡർ നൺ പറയുന്നു. അപ്പോൾ അത് ഈ ബട്ടൺ എന്നുള്ള ഇതിന് മാത്രം അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ സൂപ്പർ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ആ ബട്ടണും കൂടെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ സൂപ്പർ ബട്ടൺ. ഓക്കെ, എനിക്ക് ഈ സൂപ്പർ ബട്ടൺ ആക്ച്വലി ഈ ബട്ടൺ ഡിഫൈൻ ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും കിട്ടണം എന്ന് കരുതുക. ഈ ബട്ടൺ ഡിഫൈൻ ചെയ്ത പ്രോപ്പർട്ടീസ് എല്ലാം എനിക്ക് സൂപ്പർ ബട്ടൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അറ്റ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ മതി. അറ്റ് എക്സ്റ്റെൻഡ് ദെൻ ഏത് സ്റ്റൈലാണോ ഡോട്ട് ബട്ടണിൻ്റെ സ്റ്റൈലാണെങ്കിൽ ഡോട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആക്ച്വലി ഈ ബട്ടൺ കിട്ടിയ അതേ സ്റ്റൈൽ തന്നെ സൂപ്പർ ബട്ടണും കിട്ടും. നമ്മളിവിടെ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ വന്ന ഇത് ആക്ച്വലി കണ്ടോ, ബട്ടണും സൂപ്പർ ബട്ടണും ഈ സെയിം സ്റ്റൈൽ കിട്ടി. ഓക്കെ, ഇനി സൂപ്പർ ബട്ടൺ മാത്രമായിട്ടൊരു സ്റ്റൈൽ പറയണമെന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് മാറ്റണം. അപ്പോൾ ഞാൻ പറയണം ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു കളർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് മാത്രം ആ പ്രോപ്പർട്ടി കിട്ടും. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയപ്പം ഈ 2 പ്രോപ്പർട്ടീസും സൂപ്പർ ബട്ടൺ കിട്ടി. ഇനി അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അത് അതിന് മാത്രമായിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ ബട്ടണും സൂപ്പർ ബട്ടണും കോമൺ ആയിട്ട് ഈ 2 പ്രോപ്പർട്ടീസ് നമ്മളിവിടെ പറഞ്ഞ 2 പ്രോപ്പർട്ടീസ് കിട്ടും. ബട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് അത് സൂപ്പർ ബട്ടൺ മാത്രമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു സ്റ്റൈലിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് മാക്സിമം റീയൂസബിലിറ്റി ആണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ പല ഫയലിലാക്കിയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കളർ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കാണ്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു സാസ് ഫയലാക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിൻ്റെയൊക്കെ സോഴ്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ സാസ് ഫയലുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ ആ കറസ്പോണ്ടിങ് സാസ് ഫയലിൽ മാത്രം നമ്മൾ പോയി ചേഞ്ച് വരുത്തിയാൽ മതി. അത് സാസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. സോ ഞാനിവിടെ സ്റ്റൈലിൻ്റെ അകത്ത് വരുന്നു. അതിൻ്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ വേരിയബിൾസ് ഡോട്ട് SCSS എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ മുകളിൽ പറഞ്ഞ വേരിയബിൾ അതിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വേരിയബിൾസ് മുഴുവനും നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റൈലിൻ്റെ അകത്ത് അത് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ് അറ്റ് ഇമ്പോർട്ട്. ഓക്കെ, നമ്മുടെ ആക്ച്വലി വേരിയബിൾസ് ഡോട്ട് SCSS നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ റെഡ് മാറ്റി ഗ്രീൻ ആക്കി. ദെൻ ഇവിടെ ഏതെങ്കിലും ഒരു ഒരെണ്ണത്തിന് ആ പ്രോപ്പർട്ടി കൊടുക്കുകയാണെന്ന് കരുതുക. അതായത് ഇവിടെ ഞാൻ പറയുകയാണ് ഡിഫോൾട്ട് കളർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളിനി വേരിയബിൾസിൻ്റെ അതായത് കളർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വേരിയബിൾസിൻ്റെ അകത്ത് വന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ റെഡ് ആക്കി കഴിഞ്ഞാൽ ഈ ഗ്രീൻ മാറിയിട്ട് അത് റെഡായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ വേരിയബിൾ ഡോട്ട് SCSSൻ്റെ അകത്ത് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ വലിയൊരു CSS സ്ട്രക്ചറിനെ ഇങ്ങനെ ചെറിയ ചെറിയ പേജുകളായിട്ട് ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഐഡിയ ആണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ലൂപ്പിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ H1 H2 ഇവിടെ ഇങ്ങനെ 2 ഇൻക്ലൂഡ് ചെയ്തു അല്ലെ. ആക്ച്വലി നമുക്ക് H1 തൊട്ട് H6 വരെയുണ്ട്. അപ്പോൾ നമ്മളിനി H3 H4 H5 H6 ഇങ്ങനെ ഓരോന്നിനും ഈ സെയിം കോഡ് തന്നെ കോപ്പി ചെയ്ത് കൊടുക്കേണ്ടി വരും. H3ക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് H3 എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴിയാണ് ഇതിൻ്റെ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൂപ്പ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരം ലൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഫോർ ലൂപ്പ്. അപ്പോൾ @4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോർ ലൂപ്പ് എഴുതാൻ പറ്റും. @4 ഇനി നമ്മളൊരു വേരിയബിൾ പറയാണ് $i. ഇനി ഇത് എവിടം മുതൽ എവിടം വരെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാണ് ഫ്രം 1 through 6. നോർമലി നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ പറയുന്ന പോലെ തന്നെ i എന്നുള്ള വേരിയബിൾ 1 മുതൽ 6 വരെയുള്ള വാല്യൂ എടുക്കും. ദെൻ ബ്രാക്കറ്റ് എടുക്കുന്നു. ദെൻ ഇനി എനിക്ക് വേണ്ട എന്താണ് H1 H2 അങ്ങനെ വരണം അല്ലേ. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടാഗിൻ്റെ അവിടെ ഈ 1 2 3 ഇങ്ങനെ ആ ഐയുടെ വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഹാഷ് ഇടുന്നു. ഹാഷ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഹാഷ് ഇടുന്നു. ഹാഷ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ $i എന്ന് പറയുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഐയുടെ വാല്യൂ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത് H1 എന്നായിട്ട് മാറും ഫസ്റ്റ് ടൈം. ദെൻ H2 എന്നായിട്ട് മാറും. ദെൻ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് എന്താ വിളിക്കേണ്ടത്? ഈ പ്രോപ്പർട്ടിയാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കളയാം. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് 1 തൊട്ട് 6 വരെയാണ് ഇത് ഐട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതിന്റെ വാല്യൂ H1 എന്നായിട്ട് മാറും, ദെൻ H2 എന്നായിട്ട് മാറും. അങ്ങനെ ഈ H1 ടു H6നും ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ആവും. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി H1 തൊട്ട് H6 വരെ അത് റിഫ്ലക്റ്റ് ആയി. നമ്മൾ ഈ റിസൾട്ടിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ റിസൾട്ട് സ്റ്റൈൽ CSS പോയി കഴിഞ്ഞാൽ നോക്കിയാൽ അറിയാം, നമ്മുടെ H1 തൊട്ട് H1, H2, H3, H4, H5, H6 അത്ര എണ്ണത്തിനും ഇത് റിഫ്ലക്റ്റ് ആയി, ജസ്റ്റ് 3 ലൈൻ ഓഫ് കോഡിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമുക്ക് പാഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് കരുതുക. ഉദാഹരണത്തിന് P1 എന്നൊരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാഡിങ് 1 പിക്സൽ ആയിരിക്കണം. P2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാഡിങ് 2 പിക്സൽ ആയിരിക്കണം. അങ്ങനെ P100 വരെ എനിക്ക് പറയണമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് P1 പറഞ്ഞിട്ട് പറയണം, അതായത് P1 എന്നുള്ള ക്ലാസ്സിന് പാഡിങ് ഡോട്ട് P1 പാഡിങ് 1 പിക്സൽ, ദെൻ അത് കഴിഞ്ഞിട്ട് ഡോട്ട് P2 പാഡിങ് 2 പിക്സൽ. ഇങ്ങനെ 100 വരെ ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ സംഭവം എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് പറഞ്ഞിട്ട് ഫോർ $i ഫ്രം 1 ത്രൂ 100. ഓക്കെ, ഇനി നമുക്ക് വരേണ്ട എന്താണ്, ഡോട്ട് P1 ഡോട്ട് P2 അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഡോട്ട് P ദെൻ ഹാഷ് ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് $i. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് വരേണ്ട എത്രയാണ്, എന്താണ്, പാഡിംഗ് ആണ്. പാഡിംഗ് എത്ര പിക്സൽ എന്നുള്ളതാണ്. അപ്പം പാഡിംഗ് എത്ര പിക്സലാണ്, 1 ആണെങ്കിൽ 1 പിക്സൽ, 2 ആണെങ്കിൽ 2 പിക്സൽ. അപ്പോൾ വീണ്ടും നമ്മൾ പറയുകയാണ് ഹാഷ് ബ്രാക്കറ്റ് $i പിക്സൽ. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ ഡോട്ട് CSS വന്ന ഇത് കണ്ടോ, P1 മുതൽ P100 വരെയുള്ള പാഡിംഗ് ഇവിടെ ഡിഫൈൻഡ് ആണ്. കണ്ടോ, P23 ആണെങ്കിൽ 23 പിക്സൽ, 24 ആണെങ്കിൽ 24 പിക്സൽ. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പാഡിംഗ് ടോപ്പ്, പാഡിംഗ് ബോട്ടം അങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ഇപ്പം പാഡിംഗ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ തന്നെ കോപ്പി എടുക്കുകയാണ് ഞാൻ. ഓക്കെ, ദെൻ പറയാണ് ഇതിപ്പോൾ പാഡിംഗ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്ട്രാപ്പിലൊക്കെ അങ്ങനെ ക്ലാസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പാഡിംഗ് ടോപ്പ് ഇത്ര പിക്സൽ ഉണ്ടോ, പാഡിംഗ് ടോപ്പ് അത് വന്നു. ഇനി പാഡിംഗ് ബോട്ടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണ് ബൂട്ട് സ്ട്രാപ്പിൻ്റെ അകത്ത് പാഡിംഗ് അതുപോലെ മാർജിൻ ഒക്കെ ബിൽഡ് ആവുന്നത്. ഇപ്പം എനിക്ക് മാർജിൻ ഇതുപോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർജിൻ MT വീണ്ടും ഇതുപോലെ $i എന്ന് പറഞ്ഞിട്ട് മാർജിൻ ടോപ്പ് പറഞ്ഞാൽ മതി. അതിൻ്റെ അകത്ത് മാർജിൻ ടോപ്പ്. ഓക്കെ, ഹാഷ് ബ്രാക്കറ്റ് $i പിക്സൽ. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ ടോപ്പ് സ്റ്റൈലുകൾ വരും, മാർജിൻ ടോപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ബൂട്ട് സ്ട്രാപ്പിൻ്റെ അകത്തൊക്കെ ഈ അത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഓരോന്നും P1 P2 എന്ന് പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഇതാണ് ലൂപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇത് തന്നെ നമുക്ക് ഫോർ ഈച്ച് പോലത്തെ ലൂപ്പുകളുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഈച്ച് എന്നുള്ള കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. അതിലിപ്പോൾ പറയാണ് മെനു ഐറ്റംസ് എന്ന് പറയാണ്, മെനു ഹൈഫൺ ഐറ്റംസ്. അതിനകത്ത് കുറേ മെനു ഐറ്റംസ് ഞാൻ പറയാണ്, ഹോം സ്പേസ്, എബൌട്ട് സ്പേസ്, സർവീസസ് സ്പേസ്, കോൺടാക്റ്റ്. അതായത് ഇപ്പോൾ ഒരു അറേ പോലെ നമ്മൾ പറഞ്ഞേക്കാണ് കുറേ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എടുക്കണം. അതായത് നമ്മൾ ഫോർ ഈച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് പറയാം @each. നമ്മൾ ഓരോ ഐറ്റം എടുക്കാൻ പോകണം ഇതിൻ്റെ അകത്ത്. സോ നമ്മൾ പറയുന്നത് $item ഇൻ ഏതിലാണ്, മെനു ഐറ്റംസ്, മെനു ഹൈഫൺ ഐറ്റംസ്. അപ്പോൾ മെനു ഐറ്റംസിലുള്ള ഓരോ എലമെൻറ്റും നമ്മൾ എടുക്കുകയാണ്. ഇനി അതെനിക്ക് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ എനിക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് കരുതുക, ഡോട്ട് ഹോമിന് സ്റ്റൈൽ ചെയ്യണം, അതുപോലെ ഡോട്ട് എബൌട്ടിന് സ്റ്റൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് ഇതുപോലെ ലൂപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിവിടെ പറയാണ് ഡോട്ട് ദെൻ ഹാഷ് ബ്രാക്കറ്റിൻ്റെ അകത്ത് പറയാണ് $item. ദെൻ അതിന് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ കളർ പറയാണ് കളർ റെഡ്. ഓക്കെ, പാഡിങ് ഒരു 10 പിക്സൽ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈൽ ഡോട്ട് CSS പോവാം. സ്റ്റൈൽ ഡോട്ട് CSS പോയി കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റും സ്റ്റൈൽ ചെയ്തു. ഡോട്ട് ഹോമിന് സ്റ്റൈൽ വന്നു, ഡോട്ട് എബൌട്ടിന് സ്റ്റൈൽ വന്നു, ഡോട്ട് സർവീസസിന് സ്റ്റൈൽ വന്നു. ഓക്കെ, ഡോട്ട് കോൺടാക്റ്റ് ഇത്ര എണ്ണത്തിന് സ്റ്റൈൽ വന്നു. ആക്ച്വലി നമ്മൾ ഇത്രയും കോഡ് എഴുതിയിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ എലമെൻറ്റ്സും എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റൈൽ ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് ഇനി പുതിയൊരു ഐറ്റത്തിലും കൂടെ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ന്യൂ ഐറ്റത്തിനും കൂടെ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ഐറ്റം ഇട്ട് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ന്യൂ ഐറ്റത്തിലുള്ള സ്റ്റൈലും കൂടെ ഇവിടെ ബിൽഡ് ആവും. ഇതാണ് ആക്ച്വലി ഈച്ച് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഫീച്ചറാണ് നെസ്റ്റിംഗ് ഫീച്ചർ. നെസ്റ്റിംഗ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം പറയേണ്ട ഫീച്ചർ ആയിരുന്നു. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ HTML നോക്കിയാൽ അതിലൊരു nav കിടപ്പുണ്ട്, അതിലൊരു UL കിടപ്പുണ്ട്, അതിലൊരു LI കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആദ്യം നാവിന് സ്റ്റൈൽ ചെയ്യും, പിന്നെ നാവിൻ്റെ അകത്തുള്ള UL എന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ ചെയ്യും, ദെൻ നാവിൻ്റെ അകത്ത് UL-ൻ്റെ അകത്ത് LI എന്ന് പറഞ്ഞ് സ്റ്റൈൽ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ആദ്യം നമ്മൾ നാവിനൊരു സ്റ്റൈൽ ചെയ്യും, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്ന് കരുതുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നു ഒരു കളർ പറയുന്നു. ഇനി നാവിൻ്റെ അകത്തുള്ള UL-നെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ nav സ്പേസ് UL എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നു. ഇപ്പോൾ ലിസ്റ്റ് സ്റ്റൈല് നൺ. ഇനി UL-ൻ്റെ അകത്തുള്ള LI വേണമെങ്കിൽ വീണ്ടും nav UL
LI. ഇങ്ങനെയാണ് നമ്മൾ CSS എഴുതുന്നത്. ഇതിനെ വളരെ സിമ്പിളായിട്ട് സാസിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നാവ് എഴുതുന്നു. ഇനി നാവിനാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെങ്കിൽ നാവിൻ്റെ സ്റ്റൈലിൻ്റെ അകത്ത് എഴുതാണ്. ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ പറയുന്നു. ഇനി എനിക്ക് നാവിൻ്റെ അകത്തുള്ള UL ആണെങ്കിൽ അതിനെനിക്ക് പുറത്ത് വേറെ ഇതായിട്ട് എഴുതണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ UL പറയാണ്. ഇതിൻ്റെ മീനിങ് നാവിൻ്റെ അകത്തുള്ള UL എന്നാണ്. അതിൽ ഞാൻ സ്റ്റൈൽ പറയാണ്. ലിസ്റ്റ് സ്റ്റൈൽ നൺ. ഓക്കെ. ഇനി എനിക്ക് ഈ ULൻ്റെ അകത്ത് ഇതിപ്പോൾ റിഫ്ലക്റ്റ് ആയി ഇവിടെ. ഇനി ULൻ്റെ അകത്തുള്ള LI ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ ULൻ്റെ അകത്ത് തന്നെ LI പറയും. ഓക്കെ. അതിൻ്റെ അകത്ത് പറയാണ് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇത് സെമിക്കോളം കൊടുത്തില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് സെയിം ലൈനിൽ വന്നു. സോ നാവിൻ്റെ അകത്തുള്ള ULൻ്റെ അകത്തുള്ള LI. ഇനി LIയുടെ അകത്ത് ഇപ്പോൾ നമുക്കൊരു ആങ്കർ ടാഗ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ LIയുടെ അകത്ത് നമ്മളൊരു ആങ്കർ ടാഗ് ഇട്ടിട്ട് പറയാണ് ക്ലിക്ക് ഹിയർ എന്ന് പറയുകയാണെന്ന് കരുതുക. ഇതിന് ഇപ്പോൾ ഈ ക്ലിക്ക് ഹിയറിന് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ LIയുടെ അകത്ത് ഞാൻ വീണ്ടും ഒരു ആങ്കർ ടാഗ് പറയുന്നു. അതിനൊരു കളർ പറയാണ് ഗ്രീൻ. അതിവിടെ റിഫ്ലക്റ്റ് ആയി. ഇങ്ങനെ നമുക്ക് നെസ്റ്റ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇത് സാസിൻ്റെ അകത്തുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റിന് സ്റ്റൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി എനിക്കിപ്പോൾ ഈ LIയിൽ ഹോവർ ചെയ്യുമ്പോൾ ഒരു കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ LIയിൽ അപ്പോൾ നമ്മൾ സാധാരണ എഴുതുന്നത് ഇപ്പം ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. LI ഹോവർ എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതുന്നത്. അതിന് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് പറയുമ്പം ഇങ്ങനെ എഴുതാം. നമുക്ക് ഈ LIയുടെ അകത്ത് വരുന്നു. LIയുടെ അകത്തുള്ള ഹോവർ ഇവൻ്റ് ആണ് ഇതാണ് എനിക്ക് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ആംബർസാൻഡ് ദെൻ കോളൻ ഇട്ടിട്ട് ഹോവർ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഹോവറായിട്ട് മാറും. ഇപ്പം നമ്മൾ പറയുകയാണ് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോവർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി. ഇനി എനിക്ക് ഈ ഫോർ ലൂപ്പും ഈച്ച് ലൂപ്പും പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വൈൽ ലൂപ്പ് അവൈലബിൾ ആണ്. വൈൽ ലൂപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം $i നമ്മൾ ഈക്വൽ സിമ്പിൾ അല്ല അസൈൻ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ കോളൻ ഇട്ടിട്ടാണ്. ഇപ്പോൾ $i6 എന്നും നമ്മൾ അസൈൻ ചെയ്തു. നമ്മളൊരു വൈൽ ലൂപ്പ് പറയുന്നത് ഇങ്ങനെയാണ്. അറ്റ് വൈൽ ദെൻ അതിൻ്റെ കണ്ടീഷൻ പറയുകയാണ് $i ഗ്രേറ്റർ ദാൻ 0. അതായത് നമ്മൾ 6, 5, 4 അങ്ങനെ പോകുന്ന ഒരു ലൂപ്പ് എഴുതുകയാണെന്ന് കരുതുക. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ വേണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ H1ൻ്റെ ടാഗ് തന്നെയാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് H ദെൻ ഹാഷ് സിമ്പിൾ ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് പറയുകയാണ് $i. ഇനി അതിൻ്റെ അകത്ത് അതിനുള്ള രീതിയിലുള്ള സ്റ്റൈൽ നമുക്ക് പറയാം. ഇപ്പോൾ കളർ ഗ്രീൻ. ഓക്കെ. ഇനി ഇതിൻ്റെ വാല്യൂ മാറ്റണം അല്ലെ. ഐയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനായിട്ട് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. $i ഈക്വൽസ് $i -1. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിനെല്ലാം നമ്മളൊരു സ്പേസ് കൊടുക്കണം. ഓക്കെ. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളിത് സേവ് ചെയ്യുന്നു. ഓക്കെ. ഇത് കറക്റ്റായിട്ട് റൈറ്റ് സൈഡിൽ റിഫ്ലക്റ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ CSS നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് ബിൽഡ് ചെയ്തേക്കുന്നത് കാണാം. H6, H5, H4. ഓക്കെ. അങ്ങനെ ഈ I എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 6ൽ നിന്ന് താഴത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ വൈൽ ലൂപ്പ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഇപ്പോൾ വേറൊരു വേരിയബിൾ പറയുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് സൈസ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. സ്റ്റാർട്ട് സൈസ് ഒരു 10 പിക്സൽ പറയുകയാണ്. ഓക്കെ. ഇനി നമുക്ക് H6 നിന്ന് H5 ആകുന്തോറും ഇങ്ങനെ ഒരു 10 പിക്സൽ വീതം കൂട്ടി പോകണമെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുകയാണ് ഫോണ്ട് സൈസ് എത്ര പിക്സലാണ് $start സൈസ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് സൈസ് 10 പിക്സൽ ആയിരിക്കും. ഇനി ഓരോ തവണ നമുക്ക് ഈ സ്റ്റാർട്ട് സൈസിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുകയാണ് സ്റ്റാർട്ട് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാർട്ട് സൈസ് പ്ലസ് 10 പിക്സൽ. അപ്പോൾ ഓരോ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും 10 പിക്സൽ വെച്ച് കൂടി വരും. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റൈൽ അപ്ലൈ. അതായത് ഏറ്റവും H6ന് 10 പിക്സൽ ദെൻ 20 പിക്സൽ 30 പിക്സൽ അങ്ങനെ പോകുന്നു. അങ്ങനെ അവസാനം H1 എത്തുമ്പോഴത്തേക്കും അതിന് ഏറ്റവും കൂടിയ സൈസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻ ചെക്കിങ് ഇഫ് വെച്ചിട്ട് കണ്ടീഷൻ ചെക്കിങ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് @if. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ പറയാണ് ഫ്ലോട്ട് എന്ന് $float എന്ന് പറയാണ്. അതിനകത്ത് ഞാൻ വാല്യൂ പറയുന്നത് ലെഫ്റ്റ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഇനി ഫ്ലോട്ട് ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് @if $float. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. $float ഈക്വൽസ് നമുക്കിത് വേണമെങ്കിൽ കോഡ്സിൽ കൊടുക്കാം. ഓക്കെ. ഫ്ലോട്ട് ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ട് പ്രോപ്പർട്ടി ലെഫ്റ്റ് എഴുതണം എന്ന് കരുതുക. അപ്പോൾ നമ്മൾ പറയാണ് H1 പറയാണ് ഫ്ലോട്ട് ലെഫ്റ്റ്. ഓക്കെ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൽസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് @else നമ്മൾ H1 പറയുന്ന പ്രോപ്പർട്ടി ഫ്ലോട്ട് റൈറ്റ് എന്നായിരിക്കും. സേവ് ചെയ്യുന്നു. ദെൻ നമ്മൾ style.csv വന്നു കഴിഞ്ഞാൽ താഴെ വരിക. നമ്മുടെ H1ൻ്റെ ഫ്ലോട്ട് ഇപ്പം ലെഫ്റ്റ് ആണ് കിടക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വാല്യൂ ഫ്ലോട്ട് ലെഫ്റ്റ് എന്നുള്ളതാണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ ഫ്ലോട്ട് റൈറ്റ് ആക്കി മാറ്റിയാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ട് വാല്യൂ ഫ്ലോട്ട് റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കണ്ടീഷൻ ചെക്കിങ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു ഫ്ലോട്ട് റൈറ്റ്.
if ഫ്ലോട്ട് ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റൈൽ പറയുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റൈൽ പറയുന്നു. സോ ഇങ്ങനെ നമുക്ക് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് സാധാരണ ഇതുപോലെ ഇഫ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. CSS-ൽ ഇതൊന്നും കൊണ്ടുവരാൻ പറ്റാറില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്യൂർലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആക്ച്വലി അവസാനം കമ്പൈൽ ചെയ്തിട്ട് ഇപ്പം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എത്ര ലൈൻ കോഡാണെന്ന് ജസ്റ്റ് നോക്കുക. നമ്മളിവിടെ ഇതിപ്പം 76 ലൈനാണ് വന്നെങ്കിൽ ഈ style.css-ൽ വന്നേക്കുന്ന ഒരു 123 ലൈൻ ഓഫ് കോഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും തോറും നമ്മുടെ സാസ് ഫയലിൽ വലിപ്പം വളരെ കുറവായിരിക്കും, പക്ഷേ കമ്പൈൽ ചെയ്ത് വരുന്ന CSS വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ സാസ് ഫയൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സോ ഇതാണ് സാസിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. saslang.com sas-lang.com പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കിട്ടും. ഇതിൽ ഓരോ പ്രോപ്പർട്ടീസും എക്സാമ്പിൾ സഹിതം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി സാസിൻ്റെ ബേസിക്സ് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ സാസിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.